ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഒരു ജീവൻ്റെ വിലയുള്ള ഒരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഇന്ന് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ചൂട് കൂടി വരികയാണ് അല്ലേ. അമിതമായ ചൂട്, ഉഷ്ണം, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, അവരൊക്കെ ഈ വേനലിനെ പ്രതിരോധിച്ചേ മതിയാവും. കാരണം നമുക്ക് പല അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിർണായകമായ ഒരു വിഷയം പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നോക്കൂ, ഇത് നമ്മൾ പറയൂലേ, വെള്ളം ദൈവം തന്ന വരപ്രസാദം എന്നൊക്കെ പറയും. ഇത് നമുക്ക് ആവശ്യമാണ്, അതിനേക്കാൾ കൂടുതൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലങ്ങളിൽ നമ്മളുടെയൊക്കെ കയ്യിൽ ഇതുപോലുള്ളൊരു ബോട്ടിൽ, അളന്ന് വെച്ച ഒരു ബോട്ടിൽ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ കയ്യിലുണ്ടാവുക. ഓഫീസിലാവാം, അടുക്കളയിലാവാം, അല്ലെങ്കിൽ ഡ്രൈവറാവാം, എന്ത് ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ കൈവശം ഒരു ബോട്ടിൽ വെള്ളം കരുതുന്നത് നല്ലത്. കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, അത് കുടിക്കുകയും വേണം. എങ്ങനെ കുടിക്കണം, എത്ര കുടിക്കണം, ഇതൊക്കെയല്ലേ പല ആളുകളുടെയും ഡൗട്ട്. കൃത്യമായി ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. വെള്ളം നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേഷനിൽ നിൽക്കണമെങ്കിൽ നമ്മളെ ബോഡിക്ക് വെള്ളം അത്യാവശ്യമാണ്. അതിൻ്റെ പുറമെ നമ്മളെ ബോഡിയിൽ നിന്ന് പലതും ടോക്സിക്കുകൾ, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നൊക്കെ എല്ലാ കെമിക്കലുകളും, കളറുകളെല്ലാം നമ്മളെ ബോഡിയിൽ നിന്ന് പോകണമെങ്കിൽ നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. ഇനി വെള്ളം എത്ര കുടിക്കണം? ഒരാൾ 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയുക. ഈ രണ്ട് പ്രോസസ്സും, അതായത് ക്ലീനിങ് പ്രോസസ്സിനും ഹൈഡ്രേഷൻ നിലനിർത്താനും അത്യാവശ്യമാണ്. ഇനി ചില ആളുകൾ പുറത്ത് നന്നായി വയർക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാവാം. ചില ആളുകൾക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേലനങ്ങുന്ന ജോലി ചെയ്താൽ വയർക്കുന്ന ആളുകളാവാം. അവർ അതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒരു 12 മണി മുതൽ ഒരു 3-4 മണി വരെയുള്ള പുറത്തുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതികമായ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ ആ ജോലിയിൽ പ്രവേശിക്കാൻ. അത്രയും ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണത്. കാരണം സൂര്യൻ്റെ പ്രകാശം, അതിൻ്റെ ചൂട് നമ്മളുടെ ശരീരത്തിൽ ഡയറക്റ്റ് അടിക്കുന്ന തരത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ജോലിയിലേക്ക് നിൽക്കാൻ തയ്യാറാകരുത്. അതുപോലെ തന്നെ നമ്മൾ കറുത്ത ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആളുകളാണ് പല ആളുകളും. പ്രത്യേകിച്ച് കറുപ്പിനോട് ഭയങ്കര താല്പര്യമുള്ള ആളുകൾ ഈ വേനൽ സമയങ്ങളിൽ കറുപ്പ് ഡ്രസ്സിനെ ഒഴിവാക്കാൻ തയ്യാറാവുക. ഇനി വെള്ളം കുടിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ വെള്ളം എങ്ങനത്തെ വെള്ളം കുടിക്കണം? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം അല്ലേ? ശരിയാണ്, നല്ലതാണ്. നോർമൽ വാട്ടർ ആണെങ്കിൽ അതാവാം. ഇന്ന് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എന്തുപോലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ലേഡീസിന് യൂറിനറി ഇൻഫെക്ഷൻസ്, ഇനി സൺസ്ട്രോക്ക് വരെ സംഭവിക്കുന്നുണ്ട് ജലാംശം കുറയുമ്പോൾ. BP ഡൗൺ ആവുക, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മളെ ജലാംശങ്ങളൊക്കെ, നമ്മളെ ജലസ്രോതസ്സുകളൊക്കെ ഏറ്റവും അടിത്തട്ടിൽ, കിണറാണെങ്കിലും കുഴൽ കിണറാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൊക്കെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള വെള്ളമായിരിക്കും. അത് ചിലപ്പോൾ ക്ലോറിനൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മളതിനെ യൂസ് ചെയ്യാൻ. അല്ലാണ്ട് ഡയറക്റ്റ്, പ്രത്യേകിച്ച് പൈപ്പിലെ വെള്ളങ്ങൾ ആശ്രയിക്കുന്ന ആളുകളാണെങ്കിൽ പൈപ്പിലെ വെള്ളത്തൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്നുകിൽ തിളപ്പിച്ചാറ്റി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുക. കാരണം അതിലുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പെട്ടാൽ നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണെങ്കിലും ഭാവിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പാത്രങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ പാത്രങ്ങളുടെ ഉള്ളിൽ നന്നായി കഴുകാൻ പറ്റുന്ന പാത്രങ്ങളാവാം. സാധാരണ നമ്മൾ ചെറിയ ബോട്ടിലുകളൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളം എടുക്കുമ്പോൾ അത് ഉള്ളിൽ നന്നായി കഴുകാൻ പറ്റില്ല. അപ്പോൾ അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ 2, 3, 4 ദിവസം, പ്രത്യേകിച്ച് ചില ആളുകൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ 2ാമതും 3ാമതും 4ാമതും 10 ദിവസമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അതൊക്കെ 1 ടൈം യൂസ് ബോട്ടിലുകളാണ്. അതൊക്കെ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യുക, ബോട്ടിലിനെ വരെ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ടാങ്കുകൾ, എല്ലാം കൊണ്ടും നമ്മളെ വീട് വല്ല ഭംഗിയും നല്ല വൃത്തിയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും, സ്ഥലങ്ങളായിരിക്കും. പക്ഷേ നമ്മളെ വാട്ടർ ടാങ്ക് ഒരു ദിവസം നമ്മളൊന്ന് വെറുതെ പോയി തുറന്നു നോക്കണം. ഒരു 3 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 6 മാസത്തിലെങ്കിലും നമ്മളെ വാട്ടർ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഒന്ന് തുറന്നു നോക്കിയാൽ, ഇന്നിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പോയി തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ എന്താണ്.
അതാണ് നമ്മൾ ചിലപ്പോൾ ചില നിർണായക സമയത്തിൽ അതിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ കുടിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾക്ക് മുഖം കഴുകാൻ അതുപോലെ വായിൽ എടുക്കാനൊക്കെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വായ മാത്രമല്ല നമ്മളെ മൗത്ത്, നമുക്ക് ഒരു സെക്കൻഡ് മൗത്ത് ഉണ്ട് നമ്മളെ സ്കിന്ന്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം അതൊക്കെ ആ വെള്ളമായിരിക്കാം. അതിലൂടെയൊക്കെ അതുപോലെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഈ വെള്ളമാണ് അല്ലേ. അതിലൂടെയൊക്കെ നമുക്ക് രോഗങ്ങൾ വരാം. അപ്പോൾ ടാങ്കിലെ വെള്ളത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷ്മതയോട് കൊണ്ടു നടക്കണം. ഇനി അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്തിട്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേനൽക്കാലത്ത് ഈ ചൂട് നിലനിൽക്കുന്ന കാലത്ത് രാവിലേക്കുള്ള ഭക്ഷണം രാവിലെ ഉണ്ടാക്കുക, ഉച്ചക്കുള്ള ഭക്ഷണം ഉച്ചക്ക് ഉണ്ടാക്കുക, വൈകിട്ടേക്കുള്ള ഭക്ഷണം വൈകിട്ട് ഉണ്ടാക്കുക. കാരണം 2 മണിക്കൂറുകൾ കൂടുതൽ ഇരുന്നാൽ ഈ ഭക്ഷണങ്ങളൊക്കെ കേടുവരുന്ന അവസ്ഥ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ വെള്ളം അതിനനുസരിച്ച് മോശമാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഭക്ഷണങ്ങൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഇനി ഹോട്ടലിൽ നിന്ന് ആശ്രയിക്കുന്ന ആളുകളുണ്ട്. അവരും ഹോട്ടലിൽ നിന്ന് കൊടുന്ന് കുറേ സമയം, അത് പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളായിരിക്കാം, പിന്നീട് നമുക്ക് ചൂടാക്കി തരുന്നതായിരിക്കാം. അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അപ്പത്തെ ആവശ്യത്തിന് മാത്രം വാങ്ങുക. ഒരിക്കലും രാവിലെ മേടിച്ചത് ഉച്ചക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ ഉച്ചക്ക് മേടിച്ചത് വൈകുന്നേരം കഴിക്കാമെന്ന് വെച്ചോ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാവരുത്. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാലാവസ്ഥക്കനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളിലും സ്ത്രീകളിലും. കുട്ടികളുടെ കയ്യിലൊക്കെ എപ്പോഴും അവർക്ക് വേണ്ട അളവിലുള്ള ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതാൻ പറയുക. ഇനി വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് കുടിപ്പിക്കുക. ഇനി ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് കയ്യെത്തും ദൂരത്ത് നമുക്ക് ഈ സാധനം ഉണ്ടാവും, എങ്കിൽ മാത്രമേ നമ്മളതിൻ്റെ പ്രോപ്പർ യൂസേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇനി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, അതായത് ചില ആളുകളുണ്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഒരു നിമിഷം നിന്നോ അല്ലെങ്കിൽ ഇരിക്കാതെ ഇരുന്ന് കുടിക്കാൻ ട്രൈ ചെയ്യാം. നിന്നിട്ട് നമ്മൾ നന്നായി എന്ത് ചെയ്യും, ഒന്നിച്ചൊഴിച്ച് കുടിക്കുന്ന ആളുകളുണ്ട്. ഇല്ല, നമ്മൾ സിപ്പായി ഇതുപോലുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിപ്പായി നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് അളവിൽ നിങ്ങളെ ബോഡിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സീരിയസ് ആയി ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ നമ്മളെ ഹെർബാലൈഫിൻ്റെ പ്രോഡക്റ്റ് 24 ഹൈഡ്രേറ്റ് നമ്മളെ ബോഡിക്ക് വേണ്ട ഹൈഡ്രേറ്റ് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതല്ല ഇതിനേക്കാൾ നല്ലൊരു നിർദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.